ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലവൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടു. ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ചിതറയിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. പുനലൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തു. 4 കമ്മിറ്റികൾ LDF-നും 1 കമ്മിറ്റി UDF-നും ലഭിച്ചു. വാർത്തകൾ വിശദമായി. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിൽ റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ഇതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്.
കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഇരുഭാഗങ്ങളും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ചു. വരണാധികാരി പുനലൂർ AEO ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചത്. രാവിലെ 10:30 തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് തുടക്കം കുറിച്ചു. 11 മണിയോടെ ROയുടെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു. ആദ്യം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ് നടന്നത്. LDFനും UDFനും 8 വോട്ടുകൾ വീതം ലഭിച്ചതിനാൽ നറുക്കെടുപ്പ് നടന്നു. നറുക്കെടുപ്പിൽ കമ്മിറ്റി UDFന് ലഭിച്ചു. രണ്ടാമതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു. നറുക്കെടുപ്പിൽ ഇതും UDFന് ലഭിച്ചു. തുടർന്ന് നടന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ്. ഇതിൽ കമ്മിറ്റി LDFന് ലഭിച്ചു. തുടർന്ന് നടക്കേണ്ടിയിരുന്ന ഫൈനാൻസ് കമ്മിറ്റിയിലെ വനിതാ സംവരണമായിരുന്നു. ഇതിൽ നാമനിർദ്ദേശ പത്രിക ഇല്ലാത്തതിനാൽ ഈ തെരഞ്ഞെടുപ്പ് പിന്നീട് നടത്തുവാൻ RO തീരുമാനിക്കുകയും ജനറൽ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇതിൽ LDFനും UDFനും 2 നോമിനേഷനുകൾ വീതം വന്നതിനാൽ വോട്ടെടുപ്പ് നടന്നു. വോട്ടുകൾ പെട്ടിയിൽ നിക്ഷേപിച്ചതിന് ശേഷം വോട്ട് എണ്ണുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര അറിയിപ്പ് വന്നതായും ധനകാര്യ കമ്മിറ്റിയിലെ വനിതാ സംഭരണം കഴിഞ്ഞ ശേഷം മതി മറ്റ് തെരഞ്ഞെടുപ്പുകളെന്ന് നിർദ്ദേശമുള്ളതായും RO അറിയിച്ചു. നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുൻപ് ധനകാര്യ കമ്മിറ്റിയിലെ വനിതാ സംവരണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു. ഇതിൽ നോമിനേഷനുകൾ ലഭിക്കാത്തതിനാൽ UDF സ്ഥാനാർത്ഥിയെ LDFും LDF സ്ഥാനാർത്ഥിയെ UDF നിർദ്ദേശിച്ചു. ഇതിൽ UDF നിർദ്ദേശിച്ച LDF സ്ഥാനാർത്ഥി മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ സ്ഥാനാർത്ഥിയായതിനാൽ മത്സരിക്കാനില്ലെന്ന് വരണാധികാരിക്ക് കത്ത് നൽകിയതോടെ തെരഞ്ഞെടുപ്പ് നടപടികൾ താളം തെറ്റി. ഇരുഭാഗവും തമ്മിൽ തർക്കവും വാക്കേറ്റവും ഉണ്ടായി. LDF സമവായത്തിലൂടെ മറ്റൊരു വനിതയെ നൽകാൻ തീരുമാനിച്ചെങ്കിലും UDF അത് അംഗീകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത തരത്തിൽ തർക്കമായതിനാൽ ബാക്കി തെരഞ്ഞെടുപ്പ് 4-ാം തീയതിയിലേക്ക് വരണാധികാരി മാറ്റിവയ്ക്കുകയായിരുന്നു. നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിച്ചതുമൂലം UDFന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. ഞങ്ങൾ സുതാര്യമായി പോകണമെന്ന് കണക്കൂട്ടി ഞങ്ങൾ വനിതാ അംഗത്തിന്റെ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു വനിതാ അംഗത്തെ നമ്മൾ മാറ്റി കൊടുത്ത് ആ ധനകാര്യ കമ്മിറ്റിയിലെ വനിതാ അംഗത്തിന്റെ ഫീൽഡ് കുറവ് ഞങ്ങൾ നികത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് RO പറഞ്ഞു. എന്നാൽ UDFന്റെ ഭാഗത്തുനിന്ന് അതിന് അംഗീകരിക്കാനേ തയ്യാറല്ലാത്ത രീതിയിലേക്കുള്ള ബഹളങ്ങളാണ് അവർ ആദ്യം ആരംഭിച്ചത്. RO പറഞ്ഞ അങ്ങനെ സുഖമായി തീർക്കുന്നത് നല്ലതുകൊണ്ടാണ്. എന്തുകൊണ്ടും ഇലക്ഷൻ സുഖമായി പോകുന്നതിന് നല്ലതാണ്. ഒരു വനിതാംഗം മതി നമുക്ക്. അവരുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് കൊടുക്കാനില്ല. എന്നാൽ നമ്മൾ LDFന്റെ ഭാഗത്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായം അത്തരത്തിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥാനാർത്ഥി കൊടുക്കും. അത് അംഗീകരിക്കാത്ത ഒരു അവസ്ഥ വരുകയും ബഹളത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് UDFന് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അന്നേരം ഒരു മാനസിക സംഘർഷാവസ്ഥയിലാണ് ഇതൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് കൊള്ളാവുന്ന സാഹചര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചുള്ള ബഹളങ്ങളായി നമ്മൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് നമ്മുടെ RO ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ RO പറഞ്ഞ ഒരു നിർദ്ദേശം ഒന്നുകിൽ 2 പേരുടെ സമവാക്യത്തിലെത്തിയ ഒരാളിനെ എടുക്കുക, ഇല്ലെങ്കിൽ ഭൂരിപക്ഷം തീരുമാനത്തിൽ ഒരാളെടുക്കുക. ഭൂരിപക്ഷം ഉണ്ടാകാത്ത സാഹചര്യമുണ്ട്. 2 പേർക്ക് 8 ഉള്ളതുകൊണ്ട് ഭൂരിപക്ഷമില്ല. ആ തീരുമാനം ഉൾക്കൊള്ളാക്കാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ വീണ്ടും ഒരു നിർദ്ദേശം പറഞ്ഞു. ഞങ്ങൾക്ക് 2-3 പറഞ്ഞുകൊണ്ട് അതിലൊരാളിനെ വേണമെങ്കിൽ RO ഉൾപ്പെടുത്തിയെടുത്തു. ആരെ വേണം അത് നമുക്ക് താല്പര്യമില്ല. എങ്കിൽ ഇലക്ഷൻ സുതാര്യമായി നടക്കണമെന്നാണ് തീരുമാനിച്ചത്. അതും അംഗീകരിക്കാൻ UDF തയ്യാറാകാത്തതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് നമ്മുടെ RO ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന 4/11/2015 11 മണിക്ക് തന്നെ വീണ്ടും ഈ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. ROയുടെ നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ വിജയിച്ചു വന്നിട്ടുള്ള വനിതാംഗങ്ങളെ അതേപടി നിലനിർത്തുകയും ബാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് പുതുതായി നോമിനേഷൻ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് RO ഞങ്ങൾക്ക് തന്നിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന 4-ാം തീയതി 4/12 തന്നെ 11 മണിക്ക് തെരഞ്ഞെടുപ്പ് നടത്തും എന്നതിനെ സംബന്ധിച്ച് സുഗമമായി തെരഞ്ഞെടുപ്പ് നടപടികൾ നടന്നുകൊണ്ടിരിക്കെ LDFന്റെ നിർദ്ദേശാനുസരണം വരണാധികാരി പ്രവർത്തിച്ചതാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ മുടങ്ങാൻ കാരണമെന്നും അതിൽ പ്രതിഷേധം അറിയിക്കുന്നതായും നിയമപരമായി നേരിടുമെന്നും UDF നേതാക്കളും അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടുത്തെ LDFന്റെ നേതാക്കന്മാരടക്കം ഭീഷണിപ്പെടുത്തിയാണോ അതിന് മറ്റ് ഏതെങ്കിലും പ്രലോഭനത്തിൽ വീണയാണോ എന്ന് UDF അംഗങ്ങളായ ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തു ഇലക്ഷൻ മാറ്റിവെക്കുവാൻ. ഇതിനു മുമ്പ് ഞങ്ങൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ടതാണ്. തർക്കം വന്നപ്പോൾ ഇലക്ഷൻ മാറ്റിവെക്കുക, അടുത്ത ദിവസം ഇലക്ഷൻ നടത്താമെന്ന്. അന്ന് ആ സമയം ഇലക്ഷൻ നടത്താതെ RO ഇത് നീട്ടി കൊണ്ടുപോയത് ഇടതുപക്ഷ ഭരണ സ്വാധീനത്തിന് അവരെ സ്വാധീനിക്കാൻ വേണ്ടി, അല്ലെ അവരെ സഹായിക്കാൻ വേണ്ടി ആണ് ഈ തീരുമാനം എടുത്തതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അത് ഏത് നിയമ നടപടികൾ സ്വീകരിക്കുവാനും അത് ഇതിന്റെ എവിടം വരെ നിയമ നടപടികളായി പോയി ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ UDF അംഗങ്ങളായ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഞങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുന്നത്. 4-ാം തീയതി തെരഞ്ഞെടുപ്പാണ് RO പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ഇന്ന് UDF യോഗം രാത്രി 8 മണിക്ക് കൂടുന്നുണ്ട്. അതിന് നിയമാനുസരണം അതെന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ UDF യോഗത്തിന് ശേഷം കൂടിയതിനു ശേഷം മാത്രമേ അതിനൊരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ
ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടമൺ UP സ്കൂളിൽ ജൈവ കൃഷിയുടെ വിളവെടുപ്പ് സംഘടിപ്പിച്ചു. ചിറ്റാലങ്കോട് ഭാഗത്ത് 1.5 ഏക്കർ കൃഷിസ്ഥലം പാട്ടത്തിനടുത്താണ് ജൈവ കൃഷി ആരംഭിച്ചത്. ഇടമൺ UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇടമൺ ചിറ്റാലങ്കോട് 1.5 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച ജൈവ കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA സംയുക്ത മേൽനോട്ടത്തിലാണ് കൃഷികൾ നടത്തിയത്. വിദ്യാർത്ഥികളെ വിവിധ ബാച്ചുകളായി തിരിച്ച് പഠന ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും കൃഷിയുടെ പരിപാലനം നടത്തുന്നു. പാട്ടത്തിനടുത്ത 1.5 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറികളും വാഴകൃഷിയുമാണ് നടത്തിയത്. കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനോടൊപ്പം കൃഷിപാഠങ്ങൾ പഠിപ്പിക്കുകയും പ്രകൃതി പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നതുകൂടിയാണ് ഇതിന്റെ പ്രത്യേകത. വിളവെടുപ്പ് മഹോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈലജ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാർഷിക മേഖലയിൽ ഇന്ന് വളരെയധികം ആൾക്കാർ കുറവാണ്. കൃഷി ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ വളരെയധികം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാർഷിക മേഖലയിൽ നിന്നും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാലേ, നമ്മൾ കേരളത്തെയൊക്കെ സംബന്ധിച്ചൊരു ഉപഭോഗ സംസ്കാരം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ നമ്മൾ ഇച്ചിരി സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഇച്ചിരി മുന്നോട്ടായപ്പോൾ കൃഷി ചെയ്യുന്നതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ. അങ്ങനെ ഒരു സംസ്കാരം വളർന്നു വന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാർഷിക മേഖലയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. നമുക്കറിയാം, നമ്മളൊക്കെ നല്ല പഠിച്ച് മിടുക്കരായി നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് പോകുന്നവരല്ലേ. അപ്പോൾ ഇവിടെ ടീച്ചറെക്കാട്ടിലും ഞങ്ങളെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഈ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ കുഞ്ഞുങ്ങളാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ദിവസം ഹർത്താൽ വന്നാൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നാണ് പച്ചക്കറി, മുട്ട, പാല് അല്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആശ്രയിക്കുന്ന അയൽ സംസ്ഥാനങ്ങളെയാണ്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി വരും കാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വാഴയൊക്കെ നടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു പയറോ ഒരു പാവലോ വെണ്ടയോ ഒക്കെ നമ്മുടെ മുറ്റത്തുകൊണ്ട് നട്ടുവെച്ചാൽ ദിവസവും നമുക്ക് നോക്കാമല്ലേ, ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ അത് നല്ല വളർന്ന് അല്ലെ. അതൊന്നും പന്നി കൊണ്ടുപോകുന്ന സാധനമല്ല അല്ലേ. അപ്പോഴേ അത് വളർന്ന് നല്ല കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പൂ വരുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമല്ലേ. നമ്മൾ ഒരു കൂടെ നട്ട് വെച്ച് നോക്ക് നിങ്ങൾ. അപ്പോഴേ അങ്ങനെ അത്തരത്തിൽ ചെറിയതായിട്ടുള്ള ഈ നമ്മുടെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന പയറ്, പാവല്, വെണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും നമ്മുടെ മുറ്റത്ത് അത്യാവശ്യം സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ അതൊക്കെ ഒന്ന് നട്ട് വെച്ചുകൊണ്ട് അത് വളർന്ന് അത് ഒരു കായൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ടീച്ചറൊക്കെ ഇങ്ങനെ പൊതുവായിട്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ പച്ചക്കറി വിത്തുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ സ്വന്തമായിട്ട് അത്യാവശ്യം നമ്മുടെ വീടിന് വേണ്ടുന്ന പച്ചക്കറി കൃഷിയൊക്കെ നമ്മൾ പോകുന്ന നമ്മുടെ വീട്ടുകാർ നോക്കിക്കൊള്ളല്ലേ, അമ്മയൊക്കെ നോക്കത്തില്ലേ. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മയൊക്കെ നോക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വിത്തുകളൊക്കെ കൃഷിഭവനും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ചെറിയ ഒരു പച്ചക്കറി തോട്ടങ്ങളൊക്കെ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ സ്കൂളിന്റെ കോമ്പൗണ്ടിലും ഒക്കെ ചെയ്തുകൊണ്ട് വരുന്ന തലമുറ, അതായത് നിങ്ങളാണ് ഇനി കാർഷിക മേഖലയിലേക്ക് കൂടുതൽ വ്യാപൃതരാകേണ്ടത്. PTA പ്രസിഡന്റ് T. കബറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് മാത്യു, സുനിൽകുമാർ, മുംതാസ്, ശകുന്തള, PTA വൈസ് പ്രസിഡന്റ് ഡോൺ വി രാജ്, മാതൃസമിതി പ്രസിഡന്റ് വിജയ, BRC ട്രെയിനർ ദീപകുമാരി, ശശിധരൻ, ഹെഡ്മിസ്ട്രസ് B. ലത, അധ്യാപകരായ ലിസി S. തോമസ്, ബിജു C. തോമസ്, B. ശ്യാംദേവ്, AS. രഞ്ജിത്ത്, R. അനിത, S. രാജലക്ഷ്മി, MS. സജീവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനതലത്തിൽ ഹൈസ്കൂൾ വിഭാഗം ക്ലേ മോഡലിംഗിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ വിദ്യാർത്ഥി രാഹുൽ. സഹപാഠികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മികച്ച പിന്തുണയാണ് തനിക്ക് ലഭിച്ചതെന്ന് രാഹുൽ പറഞ്ഞു. സ്കൂളിലെ കലാധ്യാപകനായ കൃഷ്ണൻകുട്ടിയുടെ ശിക്ഷണത്തിലൂടെയാണ് രാഹുലിന് അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ജില്ലാതല മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള രാഹുൽ കഴിഞ്ഞ 3 വർഷമായി YMCA നടത്തുന്ന മത്സരങ്ങളിൽ 1ാം സ്ഥാനക്കാരനാണ്. ക്ലേ മോഡലിംഗിനോടൊപ്പം വാട്ടർ കളർ പെയിന്റിംഗിലും ചിത്രരചനയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ആവണീശ്വരം ശ്രീനിലയത്തിൽ കണ്ണൻ പ്രഭാകുമാരി ദമ്പതികളുടെ മകനാണ്. ലാവണ്യ സഹോദരിയാണ്. തന്റെ വിജയം അധ്യാപകനായ കൃഷ്ണൻകുട്ടി സാറിനും സ്കൂളിനും സമർപ്പിക്കുന്നുവെന്നും സഹപാഠികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മികച്ച പിന്തുണയാണ് തനിക്ക് ലഭിച്ചതെന്നും രാഹുൽ പറഞ്ഞു. 6ാം ക്ലാസ് മുതൽ ട്രെയിൻ ചെയ്തെടുത്ത എന്റെ കൃഷ്ണൻകുട്ടി സാറിനോട് ഒരുപക്ഷെ എന്നെക്കാട്ടി കൂടുതലായിട്ട് കൃഷ്ണൻകുട്ടി സാറ് എനിക്ക് ഈ സമ്മാനം ലഭിക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. സാർ എന്നിട്ട് ഒരുപാട് തോൽവി ഏറ്റെടുക്കേണ്ടി വന്നിട്ടും സാർ എന്നെ അപ്പോഴെല്ലാം പ്രചോദനം നൽകിയിരുന്നു. എന്നോട് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ള കൃഷ്ണൻകുട്ടി സാറിനോട്, പിന്നെ എൻ്റെ വീട്ടുകാരോട്, ടീച്ചർമാർ, പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചർ എന്നെ ഒരുപാട്
സപ്പോർട്ട് കൂടാതെ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരവധി വിദ്യാർത്ഥി പ്രതിഭകൾ വിവിധ ഇനങ്ങളിലൂടെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. HS വിഭാഗം ജോമെട്രിക്കൽ ചാർട്ടിൽ സുബിൻ മാത്യു സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ജോബിൻ പി സാബു, അനന്തൻ എന്നിവർ സയൻസ് സ്റ്റിൽ മോഡലിൽ A ഗ്രേഡ് നേടി. കുമാരി ചിന്നു ജോൺ, കുമാരി സിന്ദൂരി അനിൽ എന്നിവരും വിവിധ മത്സരങ്ങളിൽ A ഗ്രേഡുകൾ കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. എക്കാലവും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കാൻ കഴിയുന്നവരാണ് മഹാന്മാരെന്ന് ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്ത. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന മാർത്തോമാ ദിവന്യാസിയോസ് സ്മാരക പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലത്തെയും ദേശത്തെയും മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് മഹാന്മാരായി തീർന്നിട്ടുള്ളതെന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞു. മതാത്മകത വർദ്ധിക്കുകയും ആത്മീയാംശം കുറയുകയും ചെയ്യുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും ഇത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എല്ലാ വർഷവും മഹാനായ മാർത്തോമാ ദിവന്യാസിയോസ് തിരുമേനിയുടെ ചരിത്രം വിശകലനം ചെയ്ത് പഠിക്കുന്നത് കണ്ടംപററിയായി കാലികമായി അദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൽ നിന്ന് പാഠങ്ങൾ ഇന്നത്തെ കാലിക സമൂഹവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ വർദ്ധിച്ചുവരുന്ന വെല്ലുവിളികൾ മനുഷ്യകുലത്തിന് തന്നെ വെല്ലുവിളി സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ CO ജോസഫ് റബ്ബാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാഹിത്യ നിരൂപകൻ മാത്യു ഉലകംതറ മുഖ്യപ്രഭാഷണം നടത്തി. ഡേറ സെക്രട്ടറി റവറന്റ് ഫാദർ KV പോൾ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ പോൾ മണലിൽ, ഹെഡ്മാസ്റ്റർ ഈപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രമുഖ വ്യക്തികൾ പുരസ്കാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം.
ഇടിമണ്ണിക്കൽ ജുവല്ലറി പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവല്ലറി ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. അപ്രതീക്ഷിതമായി എത്തിയ മഴയിൽ കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. ചിതറയിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി നശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ ആരംഭിച്ച മഴ ബുധനാഴ്ച രാവിലെയാണ് അവസാനിച്ചത്. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ വയലേലകളെല്ലാം വെള്ളം കയറി. തട്ടുപാലം, തച്ചൂർ, ഇരപ്പിൽ, വയലിക്കട, മുതയിൽ എന്നിവിടങ്ങളിൽ തോടും വയലും നിറഞ്ഞൊഴുകി. പല സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ കുത്തൊഴുകിൽ റോഡുകൾ തകർന്നു. മരച്ചീനി, ചേന, വാഴ, നെൽകൃഷി എന്നിവയ്ക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കുമ്മിൾ, ചിത്ര പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കൊണ്ടോടിയിൽ തോട് നിറഞ്ഞു കവിഞ്ഞ് കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. ഇവിടെ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായത്. ചിത്ര ശ്രീകൃഷ്ണൻ കോവിലിന് സമീപം മരച്ചില ഒടിഞ്ഞു വീണ് മടത്തറ പാരിപ്പള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. MC റോഡിൽ നിലമേൽ ജംഗ്ഷനിൽ മഴവെള്ളം കടകളിലേക്ക് ഇരച്ചു കയറി. വാഴോട്, നിലമേൽ ജംഗ്ഷൻ, കണ്ണൻകോട് ഭാഗങ്ങളിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കനത്ത മഴയിൽ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ മതിൽ തകർന്നു. പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. ലക്ഷങ്ങൾ ചെലവഴിച്ച് അത്യാധുനിക രീതിയിൽ സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ കോർട്ട് തുടങ്ങിയവ നിർമ്മിക്കാനായി കഴിഞ്ഞ ഭരണസമിതിയാണ് സ്റ്റേഡിയത്തിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പഴയ കൽക്കെട്ട് പൊളിച്ചു മാറ്റാതെ അതിനു മുകളിൽ പാറ കെട്ടിയ ശേഷം ഇഷ്ടിക ഉപയോഗിച്ചുള്ള മതിൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ഇത് മതിൽ പെട്ടെന്ന് തകരുന്നതിന് കാരണമാകുമെന്നും ആരോപിച്ച് BJP പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മതിൽ നിർമ്മാണം പൂർത്തിയായി ഏതാനും മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. സ്റ്റേഡിയം നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. മതിൽ തകർന്നതിനെ തുടർന്ന് കടയ്ക്കൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP കടയ്ക്കൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് രവീന്ദ്രനാഥ് പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ അഴിമതി ഉണ്ടെന്നുള്ളത് BJP നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാരണമായിരുന്നു. പഞ്ചായത്തിന്റെ അഴിമതികളെ പറ്റി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇരുന്ന കാലത്ത് തന്നെ BJP വിജിലൻസിനൊക്കെ പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിലെ അന്വേഷണങ്ങളും മറ്റും നടന്നു, റെയ്ഡ് വരെ നടന്നതാണ്. പക്ഷെ അതിനുശേഷം ഈ പഞ്ചായത്ത് സ്റ്റേഡിയവും മറ്റേ വിപ്ലവ സ്മാരകം ഇങ്ങനെയുള്ള പല കാര്യങ്ങളെപ്പറ്റിയും BJP ശക്തമായി ഇതിൽ അഴിമതി ഉണ്ടെന്നുള്ള വിവരം എല്ലാവരും വിജിലൻസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അഴിമതി നടന്നതിൻ്റെ ഒരൊറ്റ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചെറിയൊരു മഴയ്ക്ക് പോലും ആ മതിൽ ഇടിഞ്ഞു വീണ് പഞ്ചായത്ത് സ്റ്റേഡിയം നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പഞ്ചായത്തിൻ്റെ ടൗൺ ഹാളിൽ നിന്നും ഇറങ്ങുന്ന വേസ്റ്റുകൾ മൊത്തവും ആ പഞ്ചായത്ത് സ്റ്റേഡിയത്തിനകത്താണ് വരുന്നത്. പാവപ്പെട്ട കുട്ടികൾക്കും മറ്റും കളിക്കുന്നതിനും മറ്റും ഉണ്ടായി കിട്ടിയിരുന്ന സ്റ്റേഡിയമാണ്. അതിപ്പം പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കുറേ പച്ചമണ്ണ് അടിച്ച് അവിടെ ഇട്ടതല്ലാതെ വർഷങ്ങളായി പച്ചമണ്ണ് അടിച്ചിട്ടേക്കുക. യാതൊരു പ്രവർത്തനവും അതിൻ്റെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ല. ഇതിനെതിരെ ശക്തമായി BJP പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ പുതിയ ഭരണസമിതി ഏറ്റെടുത്ത് കുറച്ച് കാലങ്ങളെയായി. അവരുടെ നടപടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം BJP ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ കടയ്ക്കൽ പഞ്ചായത്ത് സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. അഞ്ചൽ കൊമ്പേറ്റിമല കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതമായി. പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. 3 വർഷത്തിലധികമായി കുടിവെള്ളമില്ലാതെ വലയുകയാണ് അഞ്ചൽ കൊമ്പേറ്റിമലയിലെ 30ഓളം കുടുംബങ്ങൾ. 2005-ൽ പഞ്ചായത്ത് സ്ഥാപിച്ച കൊമ്പേറ്റിമല കുടിവെള്ള പദ്ധതി ഇന്നും പ്രവർത്തനരഹിതമാണ്. കിലോമീറ്ററോളം നടന്നു കുടിവെള്ളം ശേഖരിച്ചാണ് ജനങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. വരും നാളുകൾ വരൾച്ചയുടെ നാളുകളാണ്. ഈ ദിവസങ്ങൾ എങ്ങനെ കഴിച്ചുകൂട്ടും എന്ന ഭീതിയിലാണ് ജനങ്ങൾ. പുതുതായി അധികാരത്തിലേറിയവരെങ്കിലും ഈ കുടുംബങ്ങളുടെ ദൈന്യത മനസ്സിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. ഇപ്പം 3-4 വർഷമായിട്ട് ഇത് ബ്ലോക്കായിട്ട് കിടക്കുക. വെള്ളമില്ലാത്ത കാരണം ഇവിടെ വളരെ ദൂരെ പോയൊക്കെ ഓരോരുത്തർ വെള്ളം കൊണ്ടുവരുന്നത്. ഞങ്ങൾ താഴെ കിടക്കുന്നവരൊക്കെ വളരെ ദൂരെ പോയി വെള്ളം കൊണ്ടുവരണം. ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ വെള്ളത്തിനും അതിനൊക്കെ. ഇത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കെല്ലാവർക്കും ഈ പരിസരത്തുള്ളവർക്കെല്ലാം വെള്ളം ലഭ്യമാകത്തുള്ളൂ. ഇത് കാരണം വളരെ പ്രയാസമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ബ്ലോക്കിലും പഞ്ചായത്തിലും ഒക്കെ ഭരണസമിതിയിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. അവരെ എല്ലാം കമ്മിറ്റി കൂടുമ്പോൾ പറയുന്നത് ഇത് ഉടനെ പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെയും ഇതിന് ഒരു പരിഹാരം കണ്ടിട്ടില്ല. കുടിവെള്ളമില്ല, കിണറില്ല. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് 3 സെന്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് 2.5 സെന്റ് തികച്ചില്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനകത്തൊരു കിണർ പോലും കുടിക്കാനുള്ള ഒരു നിർവാഹം ഞങ്ങൾക്കില്ല.
അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കോരുന്നത്. വെള്ളം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വെള്ളം കോരാൻ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ 3-4 കൊച്ചുങ്ങളുള്ളിടത്തുനിന്ന് ഞങ്ങൾ പണിയും കഴിഞ്ഞ് വന്നാൽ അതുങ്ങളെ നോക്കാൻ ഒക്കത്തില്ല. കുടിവെള്ളം കോരി ഞങ്ങൾ കൊണ്ടുവന്ന വേവിച്ച് കൊടുക്കാൻ തന്നെ താമസമുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ഈ പൈപ്പ് ശരിയായി കിട്ടണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ദൂരത്തു നിന്നാണ് ഞങ്ങൾ വെള്ളം കോരിക്കൊണ്ടുവരുന്നത്. പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കോരിക്കൊണ്ട് വരുന്നത്. രാത്രി 8-9 മണിയാവുന്നത് വരെ ഞങ്ങൾ പണിയും കഴിഞ്ഞിട്ട് വന്ന് വേണം ഞങ്ങൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് ഞങ്ങൾ വെള്ളം അനുസരിച്ച് കുടിക്കാൻ തന്നെ. പിന്നെ ഇവിടെ ഞങ്ങൾ ഉണക്കായി കഴിഞ്ഞാൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീരെ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിനുള്ള ഒരു സംവിധാനം ഒപ്പിച്ച് തന്നേ പറ്റൂ. പിന്നെ ഇവിടെ എല്ലാം പോയാണ് വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്നത്. ഇത് ഇങ്ങനെ ആയിക്കിടന്നിട്ട് എത്രയും നാളായി. ഇതുവരെ ആരും ഇത് ശരിയാക്കാണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പത്തനാപുരം ടൗണിൽ ഹൈമാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചു. തകരാറുകൾ പരിഹരിക്കുന്നതിനായി സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തെത്തി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രകാശിക്കാത്തതിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചതിലുള്ള അപാകതയാണ് ലൈറ്റുകൾ തകരാറിലാകാൻ കാരണമെന്ന് തകരാർ പരിഹരിക്കാനെത്തിയവർ തന്നെ പറയുന്നു. ഒന്നാമതെ അവർ എർത്ത് കൊടുത്തിട്ടില്ല. എർത്തിന് ചുമ്മാ വയറ് കൊണ്ട് ടേപ്പ് കുത്തി അടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഈ സംഭവിക്കുന്നത്. ലൈറ്റിങ്ങിന് ഏറ്റവും കൂടെ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ കൂടുതലും ഹൈമാസ്റ്റ് ലൈറ്റുകൾ കൂടുതലും പോകുന്നത് എർത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. അതുകൊണ്ട് ലൈറ്റിംഗ് കൊണ്ട് വെച്ചിരിക്കുക. അത് വർക്കിംഗ് ഇല്ല. അത് ലൈറ്റിംഗ് അല്ല. ഒരു 3 ഫേസ് വയറിങ് എവിടെ നടന്നാലും അതിന് എർത്തെന്ന് പറഞ്ഞാൽ പ്രാധാന്യപ്പെട്ട കാര്യം. അതായത് ന്യൂട്രൽ കട്ടായാലും ഡബിൾ ഫേസ് ആവത്തില്ല. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. മാനുവലായിട്ടായാലും തിയറിയായിട്ടായാലും പ്രാക്ടിക്കലായിട്ടും 3 ഫേസിന് എപ്പോഴും എർത്ത് കറക്റ്റ് സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ കട്ടായാൽ എർത്തിൽ പിടിച്ചു നിൽക്കും. അന്നേരം ഡബിൾ ഫേസ് കയറി ഒന്നും കത്തിപ്പോത്തില്ല. ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള ഉപകരണം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും എർത്ത് വയർ കൊടുത്തിട്ടില്ല. എർത്ത് വയർ ഉപയോഗിക്കാത്തത് മൂലം വിലപ്പെട്ട ഉപകരണങ്ങളും ബൾബുകളും മിന്നലേറ്റ് കത്തിക്കരിഞ്ഞ സ്ഥിതിയിലാണ്. സംസ്ഥാനത്തെ വിവിധ കവലകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ തകരാറിലാകുന്നതിന്റെ പ്രധാന കാരണം ശരിയായ രീതിയിൽ വയറിംഗ് ജോലികൾ നടത്താത്തതിനാലാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച പട്ടണങ്ങളിൽ മറ്റ് വൈദ്യുത ലൈറ്റുകളും തകരാറിലാണ്. ഹൈമാസ്റ്റ് ലൈറ്റുകളും വൈദ്യുത വിളക്കുകളും പ്രവർത്തനരഹിതമായതോടെ വ്യാപാരികളും ടൗണിലെത്തുന്നവരും വെളിച്ചമില്ലാതെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയിലാണ്. ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തകരാറിലാകുന്നത് പരിഹരിക്കുന്നതിനായി ഖജനാവിൽ നിന്നും ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പുനലൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തു. 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDF-ന് ലഭിച്ചപ്പോൾ 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റി UDF-ന് ലഭിച്ചു. റിട്ടേണിംഗ് ഓഫീസറായ പുനലൂർ ടിംബർ സെയിൽസ് DFO PR ജയകൃഷ്ണന്റെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ചടങ്ങുകൾ നടന്നത്. മത്സരമില്ലാതെ തന്നെ ചെയർമാൻമാരെ തെരഞ്ഞെടുക്കുകയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി CPM-ലെ V ഓമനക്കുട്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി CPI-ലെ അംജദ് ബിനുവിനെയും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി CPM-ലെ സുഭാഷ് ജി നാഥിനെയും തെരഞ്ഞെടുത്തു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കേരള കോൺഗ്രസ് B-ക്ക് നൽകി. 10 ഏക്കർ വാർഡിൽ നിന്ന് കന്നിയംഗത്തിൽ വിജയിച്ച ലളിതമ്മയാണ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. പ്രതിപക്ഷമായ UDF-ന് 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനമാണ് UDF-ന് ലഭിച്ചത്. നെടുങ്കയം വാർഡിൽ നിന്ന് കന്നിയംഗത്തിൽ വിജയിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സാബു അലക്സ് ആണ് ചെയർമാൻ. പുനലൂർ നഗരസഭാ കൌൺസിലിലെ 35 അംഗ ഭരണസമിതിയിൽ LDF-ന് 20-ഉം UDF-ന് 15-ഉം അംഗങ്ങളാണുള്ളത്. ഭരണപക്ഷത്തു നിന്ന് കേരള കോൺഗ്രസ് B-ക്ക് 1 അംഗം മാത്രമാണുള്ളതെങ്കിലും ചെയർപേഴ്സൺ സ്ഥാനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആന്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും
ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ മത്സരാർത്ഥികൾക്കുള്ള ഭക്ഷണ കൂപ്പൺ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ MA രാജഗോപാലാണ് കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്തത്. പുനലൂർ സബ് ജില്ലാ സ്കൂൾ കലോത്സവ മത്സരങ്ങൾ ആരംഭിച്ചു. ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കാനിരിക്കെ രചനാ മത്സരങ്ങളാണ് ഇന്ന് ആരംഭിച്ചത്. 4 ദിവസമായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും എസ്കോർട്ടിംഗ് അധ്യാപകർക്കുമുള്ള ഭക്ഷണത്തിന്റെ കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കലോത്സവങ്ങളുടെ നടത്തിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത്. നിർഭാഗ്യവശാൽ തീരെ ചെറിയ തുകയാണ് അതിന് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ എപ്പോഴെങ്കിലുമാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പരിമിതമായ സാഹചര്യത്തിൽ ഈ ആഹാരം തയ്യാറാക്കാൻ കഴിഞ്ഞത്. അത് ഇപ്പോൾ ബിജുസാറ് പറഞ്ഞതുപോലെ വലിയ വിഭവങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിലും ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതായത് ഈ സംഭാവന ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്നിരുന്നാലും വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം ഈ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇവിടെ നിൽക്കുന്ന ഹെഡ് മാസ്റ്റർമാർ, അധ്യാപകർ, അതേപോലെ തന്നെ പൊതുപ്രവർത്തകർ വിജയൻസി ജോസഫ്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നപ്പോഴാണ് ഇത്രയുമെങ്കിലും കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് ആദ്യ ദിനം വിതരണം ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു വലിയ കലാമേളയ്ക്ക് ഭക്ഷണത്തിനായി വളരെ കുറച്ച് തുക മാറ്റിവെക്കുന്നതിനാൽ മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ടും കുറവും സംഭവിക്കാതിരിക്കാൻ ഭക്ഷണ വിതരണത്തിന്റെ ഉത്തരവാദിത്വം സംഘാടക സമിതി ഏറ്റെടുക്കുകയായിരുന്നു. ഇതിന്റെ ചുമതല ഫുഡ് കമ്മിറ്റി കൺവീനർ GG K ബാബുവിനാണ് നൽകിയത്. പബ്ലിസിറ്റി കൺവീനർ PA ഷാനവാസ്, B വിജയകുമാരിയമ്മ, AG മുരളീധരൻ നായർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗുരുധർമ്മ പ്രചരണ സഭ മാതൃവേദി പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടന സന്ദേശ സമ്മേളനം സംഘടിപ്പിച്ചു. ശിവഗിരി മഠം ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് അംഗം സച്ചിദാനന്ദ സ്വാമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അലിമുക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സന്ദേശ സമ്മേളനം ശിവഗിരി മഠം ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് അംഗം ശ്രീമദ് സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവൻ നിത്യജീവിതത്തിന്റെ സായാഹ്ന വേളയിൽ മാനവ സമൂഹത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ സമഗ്ര പുരോഗതിക്കു വേണ്ടി കാരുണ്യപൂർവ്വം കൽപ്പിച്ച സായാഹ്ന ഗീതോപദേശമാണ് ശിവഗിരി തീർത്ഥാടന മഹാമഹമെന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു. പരമ്പരാഗതമായിരുന്ന വിശ്വാസങ്ങളെ പൊളിച്ചെഴുതി ദേശകാലോചിതമായ ഒരു പരിഷ്കരണമാണ് സർവ്വരംഗങ്ങളിലെ ഗുരുദേവൻ നിർവഹിച്ചു. അത് ശിവഗിരി തീർത്ഥാടനത്തിലും ആ സന്ദേശത്തിലും നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കും. സാധാരണ ഗുരുക്കന്മാർ ആധ്യാത്മികതയുടെ ഉന്നത ശൃംഖലകളിൽ വിഹരിച്ചുകൊണ്ട് ഉപദേശവും അനുഗ്രഹവും നൽകി കടന്നു പോവുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ആകട്ടെ ആത്മീയതയുടെ അത്യുന്നതയിൽ എത്തിയതിനു ശേഷം താഴോട്ട് ഇറങ്ങി വന്ന് സാധാരണക്കാരായ ആളുകളെ കൈപിടിച്ചു
നിലനിർത്തുവാൻ വേണ്ടിയാണ് ആയുസ്സും തപസ്സും ആത്മതപസ്സും നേടിയത്. ഭൗതികതയും ആത്മീയതയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നിൻ്റെ തന്നെ രണ്ട് വശങ്ങളായി കണ്ടുകൊണ്ട് മനുഷ്യ സമുദായത്തിന്റെ സമഗ്രമായ വളർച്ച പുരോഗതിയാണ് ഗുരുദേവൻ ലക്ഷീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് പിറവന്തൂർ രാജൻ തീർത്ഥാടന സന്ദേശം നൽകി. മണ്ഡലം പ്രസിഡന്റ് ജി രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ആരോമലുണ്ണി, രക്ഷാധികാരി പി വി രാമചന്ദ്രൻ, അംബിക സോമൻ, സുജയ വിദ്യാധരൻ, എം പി ശാരംഗധരൻ, ബി വി ഉല്ലാസ് രാജ്, പിറവന്തൂർ പ്രകാശ്, സുജാത അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടു. ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ചിതറയിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. പുനലൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തു. 4 കമ്മിറ്റികൾ LDF-നും 1 കമ്മിറ്റി UDF-നും ലഭിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.